ഹായ്, അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ കാണുമ്പോൾ അറിയാലോ, ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ബോൺലെസ് ചിക്കൻ്റെ കുറച്ച് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ മൊത്തം ചേർക്കുന്നില്ല കേട്ടോ, അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൽ കുറച്ച് പിഴിഞ്ഞ് ഒരു 3-4 ഡ്രോപ്സ് ആയിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ. നാരങ്ങ നീര് ചേർക്കുന്നത് ഞാൻ മുന്നൊരു വീഡിയോയിൽ മീൻ വറക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ്, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കനെ ഒരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചു, എണ്ണ ഒഴിച്ച് നമ്മുടെ ചിക്കനെ ഓരോന്നായിട്ട് പെറുക്കി അങ്ങിടുക. ഓരോന്നായിട്ട് പെറുക്കിയിട്ട് അപ്പുറം ഇപ്പുറം 2 സൈഡ് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ഫ്രൈ ആയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിന് മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. കാണുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഇടികല്ലെടുത്തു, അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുമന്നുള്ളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒക്കെ കൂടെ ചേർത്തിട്ട് അതിനെ ഒന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ലേശം തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണെന്നറിയാം, അതനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ലേശം മുളക് പൊടിയും, ഇത് വാളംപുളിയാണേ, വാളംപുളിയിലൊരു കുഞ്ഞു പീസ്, ഒരു പുളിരസമൊക്കെ വരുമ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചത് വാളംപുളിയാണ് കേട്ടോ, നാട്ടിൽ നിന്ന് ഉണ്ടെന്നാണേ. പിന്നെ ഈ വത്തലമുളകല്ല പച്ചമുളക് കേട്ടോ, അതിൻ്റെ മൊത്തം ചേർക്കുന്നില്ല, അത്യാവശ്യം നല്ല എരിവുള്ളവനാണ്, അതുകൊണ്ട് കുറച്ച് മതി. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി ചതച്ചെടുത്തിട്ടുണ്ടേ, ഒത്തിരി അരിഞ്ഞു പോലെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനെ മുറിച്ച് 2 കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ചതഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിനാണ്. അപ്പോൾ ഇനി എന്താണ്, ഇതിനെയും കൂടി നമ്മളൊന്ന് കറക്കി എടുക്കുക. അങ്ങനെ എല്ലാവരും കൂടെ മിക്സായിട്ട് ഈ ഒരു പരുവത്തിന് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തതിൻ്റെ എണ്ണ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അതിലേക്ക് തന്നെയാണ് ഞാനൊരു അരമുറി സവോള അരിഞ്ഞതും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ നമ്മുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്തേക്ക് നമ്മുടെ ഈ കൂട്ടും കൂടി ഇട്ടിട്ട് എല്ലാത്തിനെയും കൊണ്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന പാകത്തിൽ എടുക്കുക കേട്ടോ. നമ്മുടെ എന്താ പറയണ്ടേ, ഉണക്കമീൻ ചമ്മന്തിയൊക്കെ ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തിന്നോ തോരനെന്നോ എന്ത് വേണമെങ്കിൽ പറയാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.